വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കുമ്പോൾ താഴെ പാങ്ങോട് ജുമാ മസ്ജിദിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം ഖബറടക്കത്തിനായി എടുക്കാൻ പോകുന്നു. മയ്യത്ത് നിസ്കാരമടക്കം നടക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്നത്. നേരത്തെ ഇന്നലെ കൊല്ലപ്പെട്ട അഫാൻ്റെ കൂട്ടുകാരി ഫർസാനയുടെ ഖബറടക്കം ചിറയൻകീഴ് ജുമാ മസ്ജിദിൽ നടക്കുകയും ചെയ്തു. മറ്റ് 4 പേരുടെ ഖബറടക്ക ചടങ്ങുകൾ അല്പസമയത്തിനകം താഴെ പാങ്ങോട് ജുമാ മസ്ജിദിൽ നടക്കുക. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, നേരത്തെ അല്പം മുമ്പ് നമ്മൾ കണ്ടതാണ് ആ പൊതുദർശനം, മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ കൂടിയ ജനങ്ങളുടെ ഒരു വികാരം. അവിടെ കടന്നുപോയവരെല്ലാം തന്നെ ആ ചലനമറ്റ ശരീരങ്ങൾ കണ്ട് കണ്ണീരണിഞ്ഞുകൊണ്ട് കടന്നുപോയവരെയാണ് നമ്മൾ കണ്ടത്. വിവിധ മേഖലകളിലുള്ളവരായിരുന്നു അവിടെ ഈ നാടിൻ്റെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടെ എത്തിച്ചേർന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ, അതോടൊപ്പം തന്നെ റഹീം MP അടക്കമുള്ളവർ, CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയി അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഇപ്പോൾ നിരവധി പേർ വീണ്ടും ജുമാ മസ്ജിദിലേക്ക്, താഴെ പാങ്ങോട് ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആർക്കും താങ്ങാൻ കഴിയുന്നതല്ല ആ ദുഃഖം, ആ സങ്കട കാഴ്ചകൾ. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ താഴെ പാങ്ങോട് ജുമാ മസ്ജിദിൽ നിന്നും കമലേഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. കമലേഷ്, അല്പസമയത്തിന് ഇപ്പോൾ മയ്യത്ത് നിസ്കാരം അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് നേരത്തെ കമലേഷ് പറഞ്ഞത്. മയ്യത്ത് നിസ്കാരത്തിന് ശേഷം ഉടൻ തന്നെ ഖബറടക്കം ചടങ്ങുകൾ ആരംഭിക്കും അല്ലേ? തീർച്ചയായും സിജു, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. 6:20 മയ്യത്ത് നിസ്കാരം ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 6:20 ആയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും, മിക്ക ആളുകളും, വിശ്വാസികളെല്ലാം തന്നെ, ബന്ധുക്കളും ആളുകളും സമീപവാസികളെല്ലാം തന്നെ ഈ പള്ളിക്കകത്ത്, മസ്ജിദിനകത്ത് കയറിയിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം ഈ മയ്യത്ത് നമസ്കാരം ആരംഭിക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ മഗ്രിബ് നമസ്കാരവും ഇത് രണ്ടും ഒരുമിച്ച് പൂർത്തിയാക്കാനാണ് ആലോചിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് 6:30 തന്നെ ഈ ഖബറടക്കം പൂർത്തിയാക്കാനാണ് നിലവിൽ ആലോചിക്കുന്നത്. ഏതായാലും ഈ 4 മൃതദേഹങ്ങളും ഇപ്പോൾ ഈ ഹാളിൽ നിന്നും പള്ളിക്ക് അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മയ്യത്ത് നമസ്കാരം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമയമാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മയ്യത്ത് നമസ്കാരം ആരംഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. ഈ ഖബറടക്കം പൂർത്തിയാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും എല്ലാം തന്നെ ഈ പള്ളി വളപ്പിൽ നടത്തി കഴിഞ്ഞിട്ടുമുണ്ട്. ഏതായാലും ആളുകളെല്ലാം തിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പള്ളിക്കകത്തേക്ക് എല്ലാവരെയും അങ്ങനെ കയറ്റുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറത്താണ് നമ്മൾ. ശരി കമലേഷ്, ഏതായാലും ഇപ്പോൾ മയ്യത്ത് നിസ്കാര അല്പസമയത്തിനകം നടക്കും. അതിനുശേഷം ഖബറടക്ക ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കമലേഷാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പൊതുദർശനം ഇപ്പോഴും താഴെ പാങ്ങോട് ജുമാ മസ്ജിദിൽ നടക്കുകയാണ്.